ഓണമെന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് അത്തപ്പൂക്കളമാണ്. ഇന്ന് പൂക്കളം ഒരുക്കാൻ അന്യ സംസ്ഥാനങ്ങളെയാണ് നാം പ്രധാനമായി ആശ്രയിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള തെക്കൻ കേരളത്തിൽ പ്രധാനമായും പൂക്കളെത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നാണ്. മലയാളികളുടെ പൂക്കൂടയായ തോവാളയുടെ വിശേഷങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? മലയാളിക്ക് ഓണമെന്നാൽ അതൊരു ഉത്സവമാണ്. ആ ഉത്സവം എന്ന് പറയുന്നത് പുഷ്പങ്ങളുടെ മഹോത്സവം കൂടിയാണ്. നമ്മുടെ മുറ്റങ്ങളെല്ലാം അത്തപ്പൂക്കളം കൊണ്ട് നിറയുന്ന ഒരു മഹോത്സവം. അതുപോലെ തന്നെ കലാലയങ്ങളും വിദ്യാലയങ്ങളും അടക്കം ഈ പൂക്കളാൽ നിറയുന്ന ഒരു അന്തരീക്ഷം. ആ സ്ഥലം, ആ ഒരു അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടുന്നതാകട്ടെ ഇപ്പോൾ തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്നാണ്. നിരവധി പൂവുകളാണ് ഇവിടെയുള്ളത്. പുഷ്പങ്ങളെല്ലാം വാങ്ങാൻ നിരവധി ആളുകളും വരും. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ തോവാള എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിന് സമീപത്താണ് തോവാള സ്ഥിതി ചെയ്യുന്നത്. നിരവധി ഈ പൂവുകൾ വിൽക്കുന്ന നിരവധി കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ളത്. ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം, അതായത് തോവാളയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള പുഷ്പങ്ങളും അതുപോലെ തന്നെ പുറത്തുനിന്നും ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഹൊസൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നടക്കമാണ് പുഷ്പങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നത്. അങ്ങനെ വലിയ ഒരു പുഷ്പ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. രാവിലെ മുതൽ തുടങ്ങുന്നതാണ് ഈ മാർക്കറ്റിന്റെ വിശേഷം. അതായത് രാവിലെ 4 മണി മുതലാണ് മാർക്കറ്റ് തുടങ്ങുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പൂവുകൾ ഇവിടേക്ക് എത്തിക്കുകയും അതിനുശേഷം അതിനെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി നിരവധി പേർ എത്തുകയും ചെയ്യും. മലയാളികളടക്കമുള്ള നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ഈ പൂവുകൾ വാങ്ങുന്നതിനായി എത്താറുണ്ട്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം വെച്ച് നിരവധി മലയാളികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ പൂവുകൾ വാങ്ങുന്നതും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ, അതായത് വീടുകളിലേക്കും അതുപോലെ തന്നെ കോളേജുകളിലേക്ക് അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലേക്കും വിവിധ ആവശ്യങ്ങളിലേക്കുമായി നിരവധി പേരാണ് ഈ തോവാളയിലേക്ക് എത്തുന്നത്. ചേട്ടാ നമസ്കാരം. മലയാളിയല്ലേ? തോവാളയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ പൂവുകൾ വാങ്ങാൻ എത്തിയതല്ലേ? അതെ, രാവിലെ എത്തിയാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടാണ് ലാസ്റ്റ് ഇവിടെ എത്തിയാണ്. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിലവിൽ. ഇങ്ങനെ തോവാള തന്നെ തെരഞ്ഞെടുത്തത്? ഇത് നമ്മൾ ഓൾറെഡി ആൾക്കാർ പറഞ്ഞു ഇവിടെ കുറച്ചും കൂടെ നല്ല ഫ്ലവർ കിട്ടും, ഫ്രഷ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എത്തിയത്. കേരളത്തിൽ നിന്നാണ് രാവിലെ ഇങ്ങോട്ട് എത്തിയത്. വിലയൊക്കെ എങ്ങനെയാണ്? വില കുഴപ്പമില്ല. നമ്മളിപ്പം മീൻസ് കേരളത്തിൽ കമ്പയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്. ഇവിടെ ബൾഗാരി എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? ഞാനിപ്പം ട്രിവാൻഡ്രത്താണ് വന്നിരുന്നത്. എങ്ങനെ പൂക്കളം ഇടുന്നതിന്റെ ഭാഗമായിട്ടാണോ അതോ? നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഫ്ലവർ എടുക്കുന്നത്. അതുതന്നെയാണ്, പൂക്കളം ഇടുന്നതിനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടെല്ലാം നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. മലയാളികളടക്കം നിരവധി മലയാളികളാണ് ഈ തോവാളയിലേക്ക് എത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ മറ്റ് ഈ ചെറുകിട കച്ചവടക്കാരടക്കം തോവാളയിൽ നിന്നാണ് ഈ സാധനങ്ങൾ വാങ്ങുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു മാർക്കറ്റ് എന്ന് തന്നെ വേണം പറയാൻ. വിവിധ ഇനത്തിലുള്ള പുഷ്പങ്ങളാണ് ഇവിടെയുള്ളത്. അതായത് അരുളിയുണ്ട്, അതുപോലെ തന്നെ കേന്തി അടക്കമുള്ള, തെച്ചി മുതൽ ചെന്താമര വരെ അടക്കമുള്ള നിരവധി പുഷ്പങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. വലിയ ഒരു മാർക്കറ്റ് എന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് വിശാലമായൊരു മാർക്കറ്റാണ് ഈ ദക്ഷിണ കേരളത്തിൽ. അതായത് ആലപ്പുഴ വരെ, തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പൂവുകൾ എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ സീസൺ ആകുമ്പോഴേക്കും, ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഈ തോവാളയിലെ കച്ചവടക്കാരുടെ ഒരു വലിയ സീസൺ കാലം കൂടിയാണ്. നിരവധി പേർ ഇവിടെ എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പൂവുകൾക്ക് ആവശ്യക്കാർ ഏറുന്നൊരു കാലം എന്ന് പറയുന്നത് ഓണക്കാലമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു കച്ചവടം കൂടി ഇവിടെ നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ മാർക്കറ്റാണ്. നിലവിൽ ഈ റോസ, അതുപോലെ തന്നെ നമുക്കറിയാം തുളസി, അതുപോലെ തന്നെ മറ്റ് കൊഴുന്ത് എന്നൊക്കെ പറയുന്ന ആ പൂവുകൾ, അതുപോലെ കേന്തി എന്ന് പറയും, കേന്തി പുഷ്പങ്ങൾ, അതുപോലെ അരുളി, ഇങ്ങനെയുള്ള നിരവധി പുഷ്പങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. ആദ്യകാലങ്ങളിൽ ഇവിടെ തന്നെ ഈ തോവാളയുടെ പരിസര പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്തിരുന്നെങ്കിൽ നിലവിൽ ഇപ്പോൾ ഹൊസൂർ അടക്കമുള്ള, ബാംഗ്ലൂർ അടക്കമുള്ള മധുര എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വാഹനങ്ങളിൽ രാവിലെ മുതൽ ഈ പുഷ്പങ്ങൾ എത്തിക്കുകയും അവിടെ നിന്ന് ചെറുകിട വ്യവസായികൾക്ക് നൽകുകയും ചെയ്യും. അങ്ങനെയാണ് നിലവിലെ ഒരു കച്ചവടത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. മലയാളികളടക്കമുള്ള നിരവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. വലിയ ഒരു മാർക്കറ്റാണ് ഈ തോവാളയിൽ സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിലിന് സമീപത്തുള്ള തോവാളയിലാണ് ഇത്തരത്തിൽ മലയാളിക്ക് അത്തമൊരുക്കുന്നതിനുള്ള പുഷ്പങ്ങൾ ഒരുങ്ങുന്നത്.
രാവിലെ മുതൽ തന്നെ അത്തം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത്തം തൊട്ട് ആ 10 ദിവസത്തേക്കുള്ള ആവശ്യത്തിനുള്ള പുഷ്പങ്ങളെല്ലാം ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ നിന്ന് പിന്നീടാണ് പല സ്ഥലങ്ങളിലേക്ക് കടകളിലേക്കും അതുപോലെ തന്നെ ചെറുകിട വ്യവസായികളടക്കമുള്ളവർ വന്ന് വാങ്ങുകയും അവിടേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ വിശാലമായ ഒരു മാർക്കറ്റാണ് ഈ തോവാള എന്ന് പറയുന്നത്. പ്രശാന്ത്, അതുപോലെ തന്നെ ഓണമായി കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 40 മുതൽ 50 കോടി രൂപയുടെ പൂക്കളാണ് കേരളത്തിൽ എത്തുന്നതെന്നാണ് കണക്ക്. പക്ഷെ ഇപ്പോൾ കേരളത്തിലും പൂക്കൃഷി വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അത് തമിഴ്നാട്ടിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായും കൃഷ്ണ, മുൻകാലങ്ങളിൽ തമിഴ്നാടിനെയാണ് നമ്മൾ പ്രധാനമായും കേന്ദ്രീകരിച്ചതെങ്കിൽ ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം അങ്ങനെ മാറിയിരിക്കുകയാണ്. അതായത് ഈ കേരളത്തിന്റെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ചെറുകിട കർഷകരടക്കം ഇത്തരത്തിൽ ജമന്തി പൂക്കൾ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു വലിയ നിലയിലല്ല എങ്കിൽ പോലും അത്തരം കർഷകരുണ്ടെങ്കിൽ പോലും അത് ഇവിടുത്തെ ഈ ഭൂവിപണനത്തെ അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ വിൽപ്പനക്കാരും വ്യവസായികളും അടക്കം പറയുന്നത്. നിലവിൽ ഈ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പൂക്കൃഷികൾ വ്യാപകമാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതൊരു വലിയ രീതിയിൽ ഒരു വിൽപ്പനയ്ക്ക് എത്തുന്ന രീതിയിലേക്കുള്ള കൃഷിയല്ല നടക്കുന്നത്. ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഏതാനും പ്രദേശങ്ങളടക്കമുള്ള ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഈ കൃഷി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇത്തരത്തിൽ ബാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെയുള്ള വിൽപ്പനക്കാരടക്കം പറയുന്നത്. അണ്ണാ, எப்படி இருக்கீங்க? அவ்வாறு இன்னைக்கு கொஞ்சம் சூடு பிடிச்சிருக்கு. இந்த 2 நாளில் எதிர்பார்க்கும் ஓணத்தொட்டி மக்கள் வந்தால் சந்தோஷமாக இருக்கும். இன்னும் மக்கள் வரலையா? கூட்ட குறைவு தான். முன்னாடி போன வருஷத்தோட இந்த கம்பேர் பண்ணும்போது கூட்ட குறைவு தான். ஏன்னா இது விவசாயம் நடக்கலன்னு சொல்லுங்க. ரொம்ப இந்த வயநாடு பிரச்சனைனால அவங்க ஓணம் கொண்டாடலாம்னு கேரளாவில் சொன்னனால கொஞ்சம் மக்கள் வரத்து கொஞ்சம் கம்மியாக இருக்குது. மக்கள் வந்தால் நமக்கு கொஞ்சம் வியாபாரம் இருக்கும், வியாபாரிகளுக்கு கொஞ்சம் நல்லா இருக்கும். ஆனாலும் எப்படி இருக்கு? பரவாயில்ல, இன்னைக்கு கொஞ்சம் சுமாராக ஓடி. இதில் விலையில ஒரு வாட்டி சொல்ல முடியுமா? கேந்தியில் இன்னைக்கு பன்னீர் ரோஸ் 80 ரூபா விற்காங்க, ரோஸ் 150 ரூபா, மீடியமான விலைகளில் இருக்குது. கேந்தி 40 ரூபா, செவந்திகள் 150, 200 அந்த ரேட்டில் இருக்குது. ஓணம்னா உங்களுக்கு தான் நிறைய கூட்டம் தான் இங்கே வந்துருக்கு. அப்புறம் வயநாடு இருக்கிறதா தான் இப்போ கம்மியாக இருக்குன்னு சொல்கிறாங்களே. வயநாடு இருக்கிற காலேஜ் எதுவுமே ஃபங்க்ஷன் ஓணம் பண்டிகை எடுக்கிறதுனால அவங்க கூட்டம் கொஞ்சம் குறையும். ஸ்டூடெண்ட் கூட்டம் கம்மியாக தான் இருக்குது. കൃഷ്ണ, അത് തന്നെയാണ് നമ്മുടെ വയനാട് ദുരന്തം. ആ ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾ എത്തുന്നതിൽ കുറച്ച് കുറവുണ്ടെന്നാണ് അറിയാൻ ഇവിടുന്ന് വ്യാപാരികൾ പറയുന്നത്. അതായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണം ആഘോഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും അടക്കം ഉള്ള വിദ്യാർത്ഥികൾ, അതായത് പ്രധാനമായും ഈ തോവാളയിൽ എത്തിയിരുന്നത് കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ അതിന്റെ ഒരു കുറവുണ്ട്. അത് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുമെങ്കിൽ പോലും അത്തരം രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും വലിയ കുറവ് എന്ന് പറയാനും കഴിയില്ല എന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നു. നമുക്കറിയാം, ചെന്താമര പൂക്കൾ അടക്കമുള്ള വിവിധ ഇനം പൂവുകളാണ് ഇവിടുന്ന് വാങ്ങാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതായത് നമുക്ക് ഈ പൂക്കളം ഒരുക്കുന്നതിന്റെ പല നിറത്തിനും പല വർണ്ണങ്ങളിലുമുള്ള വിവിധ ഇനം പൂവുകൾ അതും കുറഞ്ഞ വിലയിൽ തന്നെ ഇവിടുന്ന് വാങ്ങാൻ. തോവാളയിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് വിശദമായ വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.